എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1569 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. നമുക്കറിയാം, ഒരു ഹോമിയോപ്പതി ഡോക്ടർ ആവുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ധാരാളം അറിവുകൾ, അളവില്ലാത്ത അറിവ് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. IFPH അതിന് ശ്രമിക്കുകയാണ് എല്ലാ രീതിയിലും. പ്രത്യേകിച്ചും നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാമുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ യോഗ പ്രായോഗിക തലത്തിൽ എന്നൊരു ഭാഗം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഭാഗം 2 ഇപ്പൊ ഡോക്ടർ രഘുരാജൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ രഘുരാജനെ ഈ വിഷയത്തിലേക്ക് അവതരിപ്പിക്കാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെയാണ് സാർ. തുടങ്ങിക്കോളൂ. ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ സാറേ? അതെ, ഭാഗ്യത്തിന്. ഞാനൊരു ഡിവൈസ് കൂടെ ഒന്ന് വെച്ച് നോക്കുകയാണ്. മറ്റേ സെക്കൻഡ് ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടോ? അതെ അതെ അതെ. അത് ഏത് പേരിലാണ്? അതിന് കോസ്റ്റ് ആക്കണം. അത് ചിലപ്പോ മൊബൈലിന്റെ പേരായിരിക്കും. പോക്കോ. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? അതിനൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ? അതിനകത്ത് സൗമി അല്ലേ? അതെ. POCO M2 Pro അതാണ്. അതെ അതെ. ഷവോമി POCO M2 Pro XIAO കണ്ട? ഫോക്കസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ 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 ഡോക്ടർ. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ തവണ നമുക്കത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാഗതവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇതിലെ IFPHന്റെ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമേ തന്നെ നോക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. യോഗ കർമ്മസു കൗശലം, എല്ലാ കർമ്മങ്ങളിലും ഉള്ള ആ ഒരു കപ്പാസിറ്റി ആണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധം എന്നുള്ളതാണ് പതഞ്ജലിയുടെ നിർവചനം വന്നിരിക്കുന്നത്. ഇതിലൊക്കെ തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നത് യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം, ഈ വക കാര്യങ്ങളിൽ നമുക്ക് സ്വന്തമായിട്ടും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടും നമുക്ക് ചെയ്യാവുന്ന അതിലാണ്. സത്യത്തിൽ അത് ധാരാളം കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ഈ നമുക്ക് അറിഞ്ഞിരിക്കുമ്പോൾ ഈ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആണ് ആദ്യമേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ കഴിയാതിരുന്ന വീഡിയോ ഷെയർ ചെയ്തോ? സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ഷെയർ ചെയ്ത് ഇവിടെ വരുന്നില്ല. ഓക്കെ ഡോക്ടറെ, ഞാനത് 2 ഡിവൈസിലാണ് ഇരിക്കുന്നത്. പ്രോബ്ലം. ഡോക്ടർ വെപ്രാളം പിടിക്കണ്ട, അതൊക്കെ അതും ഒരു യോഗയാണ്. തിദീക്ഷ ഉണ്ടാകുക എന്ന് പറയുന്നത്, തിദീക്ഷ ഈവൻനെസ് ഓഫ് മൈൻഡ് യോഗയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോ ഷെയറിങ്ങിന്റെ അത് വന്നിട്ടുണ്ടോ ഡോക്ടറെ? ഇല്ല ഇല്ല, സ്ക്രീൻ വന്നിട്ടില്ല. ഇല്ല. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. Namaskar Mudra. Interlock the fingers. Inhale, stretch the arms upward. Raise the heels. Exhale, bring the heels down. Place the palms on the head. Relax. Inhale, stretch the arms upward again. Exhale,
bend to the right. Inhale, come back. Exhale, bend to the left. Inhale, return. While exhaling, bring the arms back to the sides. Relax. Raise the arms by the sides. Place the fingers on the respective shoulders. Rotate the elbows clockwise 3 times in a controlled manner. Now rotate the elbows anti-clockwise 3 times. Inhale, raise the arms and cross them behind. Exhale, place the palms on opposite shoulders. Keep the spine straight. Inhale, stretch the arms. Exhale, bring them down. Relax. Stand with feet shoulder length apart. Place the palms on the waist. Keep the arms parallel to each other. Inhale, bend the head backwards, expanding the chest. Exhale, bend as far as possible. Inhale, come back. Exhale, bring the arms down. Now, step the legs about 2 feet apart. Inhale and raise the arms upward. Stretch up the body from the waist. Exhale, bend forward and rest the body and forehead on the table. Inhale, come up. Exhale, bring the arms down. Relax. Stand with feet shoulder length apart. Inhale, raise the arms to the front up to the chest level. Exhale, twist the body to the right. Inhale and return. Exhale, twist the body to the left. Inhale, return to the starting position. Exhale, bring the arms down. Relax. Sit on the chair. With back and neck straight, rest the palms on thighs. Gently close your eyes. Take a deep breath and exhale. Repeat this 2 more times. Now, place the left hand in Jnana Mudra and adopt Pranayama Mudra from the right hand. Close the right nostril. Inhale through the left nostril and exhale through the right. Now, inhale through the right and exhale through the left nostril. This is 1 round. Repeat 2 more times. Bring the right hand down. Relax. Adopt Sharmukhi Mudra. Inhale deeply through the nose. As you exhale, make a deep and steady humming sound. Repeat this 2 more times. Bring the arms back to the starting position. Now adopt Dhyana Mudra. Keep back and neck straight. Relax. Focus your attention on the breathing and observe the breathing. Meditate. Now join the palms together in Namaskara Mudra. Bring the arms down. Open your eyes
and relax. 2 inches apart. ഡോക്ടറെ അ- ഈ ഹലോ ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആ ഇത്രയുമാണ് അതിനകത്ത് ഈ സൂക്ഷ്മ വ്യായാമങ്ങളുടെ ഒരു ബിസി പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള ഒരെണ്ണം. പിന്നെ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഓരോ ഇതുകൊണ്ട് അത് ഒന്ന് ഓരോന്നായിട്ട് കാണിച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? തീർച്ചയായിട്ടും അതെ, അങ്ങനെ മതി. അങ്ങനെ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഇത് മാത്രമേ കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ സൂമിന്റെ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓഫായി പോയാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാമോ എന്നൊക്കെ ചോദിക്കും. തീർച്ചയായിട്ടും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഇപ്പോ സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടോ ഡോക്ടറെ? ഉണ്ട് 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 ഉണ്ട്. ഓക്കെ ഓക്കെ. ഞാനൊന്ന് ബാക്കിലേക്ക് പോയി ഓരോ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള യോഗാസനങ്ങളുടെ ഒരു ഇതും കൂടെ കാണിക്കാം. എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ കാണിച്ച് അത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അത് നല്ലതായിട്ടുള്ളത്. അത് നമുക്ക് പല കേസുകളിലും ഇന്ന ആസനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പ്രയോജനങ്ങളാണ് ഉണ്ടാകുന്നതെന്നുള്ള. ഇപ്പോൾ ഈ ജസ്റ്റ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇതിന് ശലഭാസനം എന്ന് പറയുന്ന സാധനമാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇത് സയാറ്റിക്കയ്ക്ക് ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആണ്, അല്ലെങ്കിൽ ആസനമാണ്. അത് പറഞ്ഞു Tabhasan. Start with Makarasana. Place both hands beside the body, palms facing downwards. എങ്ങനെ Inhale and lift both the legs off the floor without bending the knees. Maintain the final position for 3 to 10 breaths. Exhale and bring the legs down to the floor. Put the chin on the hands. Open the feet apart with toes pointing sideways. Head up and place to the right on your hands. ശലഭാസനം കൊണ്ട് നമ്മുടെ ലോവർ ബാക്കിന്റെ പെയിനും പിന്നെ അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇത്തരം സയാറ്റിക്ക പോലുള്ള കംപ്ലൈൻസിനും നല്ല ഇതാണെന്നാണ്. ഇത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതൊന്നും സയാറ്റിക്കയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ മറ്റ് പല ആസനങ്ങളെയും നമ്മുടെ മെഡിസിനോടൊപ്പം അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ അങ്ങനെയുള്ള ഇതിന് പശ്ചിമോത്താനാസനം, പിന്നെ ഇന്റേണൽ ഓർഗൻസിൻ്റെ എല്ലാം മസാജിന് ഈ പാദഹസ്താസനം, ഇതൊക്കെ വളരെ ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഓരോന്നോരോന്നായി ഞാനത് ഇത് ഫുൾ സ്ക്രീൻ വേണോ അതോ ഇങ്ങനെ കാണിച്ചാൽ ഇപ്പൊ ഷെയർ ചെയ്യുന്നുണ്ടോ? ഹലോ ഡോക്ടറെ കേൾക്കാമോ? ഉണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്ത എന്ന് വെച്ചാൽ ഷെയർ ചെയ്യുന്നത് മാറ്റിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊരു ഒരു ബുദ്ധിമുട്ട് വന്നു പോയേക്കാം. എൻ്റെ ടെക്നിക്കൽ നോളജിൻ്റെ അപാകത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ഈസി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഞാൻ കഴിയുന്നതും ഇവിടെ എടുത്ത് കാണിക്കുന്നത്. Vrishakasana. Start with Vajrasana. Spread both the knees wide apart. Keep the palms between the knees. Exhale, bend forward with arms outstretched. And place the chin on the ground. Keep the arms parallel. Maintain the final position for 3 to 10 breaths. Inhale and come up.
Exhale and return to the starting position. ഡോക്ടറെ ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നതാണോ നല്ലത്, അതോ ഇങ്ങനെ ഇപ്പൊ ഈ ചെയ്തിരിക്കുന്ന പോലെ? അതെല്ലാം കാണിക്കാം, പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇത് മതി ഉള്ള പോണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. Pavanmuktasan. Lie down on the back. Bend both the knees. Exhale. Bring both the knees towards the chest. Inhale. Interlock the fingers and clasp the shin below knees. Exhale. Raise the head till your chin touches the knees. Maintain final position for 3 to 10 breaths. Inhale. Bring the head back to the ground and legs back to the floor. Relax in supine position. Deep from ഈ ഇപ്പോ കാണിച്ച അത് നമ്മുടെ Pavanmuktasan. പവനമുക്താസനം എന്ന് പറയുന്ന അതിന്റെ ആശയം തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഗ്യാസ് എല്ലാം പുറത്തു പോകുന്നതിന് പറ്റിയ ഏറ്റവും നല്ല ഒരു എക്സസൈസ് ആസനമാണ് അത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ ചെയ്യുക എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കാർബോവജും അർജന്റീൻ നൈട്രിക്കും ഒക്കെ ഇതിലും ബെസ്റ്റ് ആണെന്ന് ഒരു പക്ഷേ മനോ ഡോക്ടർ പറഞ്ഞേക്കാം. എന്നാലും അതിനോടൊപ്പം ഇതും കൂടെ അഡ്വൈസ് ചെയ്യുന്നത് മറ്റു പല പ്രയോജനങ്ങളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്തതിലേക്ക് കിടക്കാം. Padhastasan. From the starting posture with feet 2 inches apart, inhale slowly and raise the arms upwards from the front. Stretch up the body from the waist. Exhale and bend forward at the level of hip joints until both the palms rest fully on the ground. Maintain the final position for 3 to 10 breaths. Inhale. Come up slowly to the upright position and stretch the arms above the head. Exhale and come back to starting posture and relax. ഡോക്ടർ, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടൊന്നും വേണ്ട, എല്ലാവർക്കും മനസ്സിലാക്കുന്ന അതല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അതെ, മലയാളം എക്സ്പ്ലനേഷൻ അല്ല അത് വേണ്ട. തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ പാദഹസ്താസന എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? പാദഹസ്താസൻ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻസാർ മസിൽസ് കംപ്ലീറ്റ് സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു. ആ ഭാഗങ്ങളിലുള്ള ബാക്ക് വെർട്ടിബ്രൽ കോളം കംപ്ലീറ്റ് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫുട്ട് മുതൽ എല്ലാ അപ് ടു നെക്ക് എല്ലാ ബാക്ക് മസിൽസും സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു മിനിമം എന്നുള്ള നിലയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് മെയിനായിട്ട് ബാക്ക് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ഇതിലാണ്. പിന്നെ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം ഒരു സൂത്തനിങ് മസാജാണ് ഇതുമൂലം ലഭിക്കുന്നത്. ആദ്യമൊന്നും ഇതൊന്നും പെട്ടെന്നൊന്നും ഇത്രയും ചെയ്യാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് കംപ്ലീറ്റ് ഒരു 90 ഡിഗ്രി വരെയൊക്കെ ആദ്യമൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ, ചിലർക്കൊക്കെ അത് കഴിഞ്ഞേക്കാം, എങ്കിലും ഈ എക്സസൈസ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ആദ്യമേ തന്നെ അത് ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം നമ്മൾ ബ്രീത്തിങ് കൂടെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഈ അടുത്ത 21 ധ്യാന വേൾഡ് ധ്യാന ഡേ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, മെഡിറ്റേഷൻ ഡേ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചോട്ടെ ഡോക്ടറെ? പിന്നെന്ത്, അത് തീർച്ചയായിട്ടും.
Dhyana. Sit in any comfortable posture. Keep your spine comfortably erect. Adopt Jnana Mudra. Touch the tip of the thumb to the tip of the index finger. Close your eyes and sit with a slightly upturned face. Arms and shoulders should be loose and relaxed. You need not concentrate. Just maintain a mild focus between the eyebrows and be conscious of your breath. Let them flow freely and just observe the flow. If possible, let the thoughts dissolve. അപ്പൊ ഈ ധ്യാനം എന്ന് Dhyan. ഒരു ധ്യാൻ. നമ്മുടെ കോൺസെൻട്രേഷൻ എന്നുള്ളതിനെ കൂടുതൽ കോൺസെൻട്രേഷൻ അതുമൂലം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം അതിലേക്ക് വേണ്ട. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. അതുമൂലം വളരെ ഒരു പീസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ മെന്റൽ വറീസ്, ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈവൻ ഒരു പടം വരയ്ക്കുന്ന ആള് വളരെ ശ്രദ്ധാപൂർവം പടം വരയ്ക്കുന്ന അത് തന്നെ ചെയ്യുന്നത് ധ്യാനമാണെന്ന് ഒരു മഹർഷി പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുന്നതും ഈ ഐബ്രോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും മാത്രമല്ല, നമ്മൾ ശ്രദ്ധാപൂർവം ഒരു കാര്യം ചെയ്യുന്നത്, ഈവൻ പടം വരയ്ക്കുന്ന അല്ലെ കളർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മുടെ മനസ്സ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനെയും നമുക്ക് ധ്യാനത്തിൽ ഉൾപ്പെടുത്താം ആവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, അതാണ് നേരത്തെ പറഞ്ഞ കർമ്മസു കൗശലം അതാണ്. അതെ അതെ അതെ. ഇനി അടുത്തത് ലോ ബാക്കിന് പറ്റിയ ഒരു Changasana. Start with Makarasana. Now, join the legs and place your palms beside the chest and elbows close to the body. Inhale. Slowly lift the head and chest up to the navel region with the help of spinal muscles. Maintain the final position for 3 to 10 breaths. Exhale. Bring the head down and rest your chin on the ground. Return to the starting position. Bhadrasana. Start in long sitting posture. Now, sit with the back straight with the legs stretched out in the front. Keep the hands beside the hips and palms resting on the floor. Now, bring the soles of your feet together. Exhale and clasp the toes with the hands. Inhale. Put your heels as close as possible up to the perineum region. Maintain the final position for 3 to 10 breaths. Exhale and return to the starting position. ഈ ഡോക്ടർ, അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോളണ്ടറി യൂറിനേഷൻ, അതിന് നമ്മുടെ മെഡിസിനോടൊപ്പം ഇതും നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ അതിനോടൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ആ പോയിന്റുകൾ മാത്രമേ ഞാനത് പറയത്തുള്ളൂ. ഇതിന് വേറെ ഇതിന്റെ ഒരു മോഡുലേഷനായിട്ട് ഇങ്ങനെ നീ ജോയിന്റ്സ് രണ്ട് സൈഡിലും ഇങ്ങനെ ശലഭം പോലെ ഇങ്ങനെ ആക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റിൽ ചെയ്യുന്ന ഒരു ആസനം കൂടെ ഇതേ പോസ്റ്റിൽ തന്നെ ഉണ്ട്. മറ്റേ ഒരു വളരെ സൂക്ഷ്മ വ്യായാമത്തിൽ വിട്ടുപോയിട്ടുള്ള 1-2 സാധനം കൂടെ ഇതിന്റെ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കാവുന്നതേ ഉള്ളൂ.
ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കാണിക്കാം. അങ്ങനെ ഒരെണ്ണം ചെയ്യട്ടോ ഡോക്ടറെ? കാണിക്കും ഡോക്ടറെ. With back and neck straight, spread your feet shoulder length apart. Adopt Namaskara Mudra. Interlock the fingers. Inhale, stretch the arms upward. Exhale, place the palms on the head. Relax. Inhale and stretch the arms upward again. Exhale, bend to the right. Inhale, come back. Exhale, bend to the left. Inhale, come back. While exhaling, unlock the fingers. Place the fingers on the respective shoulders. Rotate the elbows clockwise 3 times in a controlled manner. Now rotate the elbows anti-clockwise 3 times. Inhale, raise the arms and cross them behind the head. Exhale, place the palms on opposite shoulders. Keep the spine straight. Exhale and bring the arms down. Place the palms on the table. Inhale, bend the head backwards, expanding the chest. Exhale, bend as far as possible. Inhale, come back. Exhale, bend forward and rest the body and forehead on the table. Stretch up the body from the waist. Inhale, come back. Relax. Inhale and twist the body to the right with the help of the chair. Inhale and return. Exhale, twist the body to the left. Inhale and return to the starting position. Relax. Rest the palms on thighs and adopt Dhyana Mudra. Take a deep breath and exhale. Repeat this 2 more times. Now, adopt Pranayama Mudra from the right hand. Close the right nostril. Inhale through the left nostril and exhale through the right. Now, inhale through the right and exhale through the left nostril. This is 1 round. Repeat this 2 more times. Bring the right hand down. Relax. Adopt Sanmukhi Mudra. Inhale deeply through the nose. As you exhale, make a deep and steady humming sound. Repeat this 2 more times.
Bring the arms back to the starting position. Now adopt Dhyana Mudra. Keep back and neck straight. Relax. Focus your attention on the breath. And observe the breathing. Meditate. Now join the palms together in Namaskara Mudra. Open your eyes. Bring the arms down and relax. മെഡിറ്റേഷൻ ഇതിനോടൊപ്പം പ്രാണായാമം ഒക്കെ നമ്മുടെ പേഷ്യൻസിന് പലർക്കും മെന്റൽ കംപ്ലൈൻസിന്റെ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഡിസിൻ കൊണ്ട് റിലീഫ് കിട്ടുന്ന ആ ടൈമിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഈ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള കേസുകളൊക്കെ ചില ഇതിലൊക്കെ നമ്മുടെ മെഡിസിനോടൊപ്പം തന്നെ ഈ ഞാൻ പ്രാണായാമം എന്നൊന്നും പറയാറില്ല, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കുന്നത് ചിലരൊക്കെ ചെയ്യും, ചിലരങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഹോമിയോപ്പതിയുടെ ആ ഒരു എന്ന് വെച്ചാൽ അവരുടെ അങ്ങനെയുള്ള ഈ നോർമൽസിയിലേക്ക് വരുന്ന കേസുകളിൽ അവർ പിന്നീട് വന്ന് അവർ നമ്മളെ വല്ലാതെ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നമ്മളെ യഥാർത്ഥത്തിൽ അത് ഹോമിയോപ്പതിയുടെ ഒരു മേന്മയാണ്. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമ്മളാണ് അവരെ രക്ഷിച്ചതെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് അവരെത്തും. ഓക്കെ, അടുത്ത ഭദ്രൻ ഡോക്ടറുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു Shavasana. Continue in supine position with arms and legs comfortably placed apart from the trunk on the ground. Palms facing upward, keep the eyes closed. Consciously relax the whole body. Become aware of natural flow of breath. It will tend to become slow. Remain in the position until you feel refreshed and relaxed. അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് Vajrasana. Start in long sitting posture. Now sit with the back straight with the legs stretched out in the front. Keep the hands beside the hips and palms resting on the floor. Hold the right leg at the knee and place the foot under the right buttock. Similarly, place left foot under the left buttock. Place both the feet in such a way so that the big toes touch each other. Keep hands on respective knees, back straight, and close the eyes. Maintain the final position for 3 to 10 breaths. ശവാസനത്തിന്റെ ഒരു തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ പറഞ്ഞില്ല. വളരെ Down. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏറ്റവും നല്ല ഉറക്കമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഓരോരോ അത് ശവാസനത്തിന്റെ യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിന്റെ ഇത് ഓരോ പാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കാലിന്റെ ഓരോ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പിന്നെ മേളിലേക്ക് അവിടെ റിലാക്സ് ആവുന്നു എന്ന് ചിന്തിക്കുക.
അതിനുശേഷം ആംഗിൾ ജോയിന്റിലേക്ക് മനസ്സ് കൊണ്ടുവരിക, അവിടെ റിലാക്സ് ആക്കുക. അതിനുശേഷം നീ ജോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക, ആ നീ ജോയിന്റ് റിലാക്സ്ഡ് ആവുക. പിന്നെ അതിനുശേഷം വേസ്റ്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ഇത്രയൊക്കെ ഒരു നോർമൽ പേഴ്സൺ ഇത്രയൊക്കെ റിലാക്സ് ആവുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകും. പിന്നെ അത്രയും പറ്റാത്തവർക്കാണ് കയ്യിലും കാലിലും എല്ലാം കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ ഈവൻ ഞാൻ പോലും പല ഘട്ടങ്ങളിലും ഉറങ്ങിപ്പോയിട്ടുണ്ട്. അത്രയും സ്റ്റേജ് നമ്മുടെ മാക്സിമം സ്റ്റേജ് ഫേസ് ഉൾപ്പെടെയുള്ള നെക്ക് എല്ലാം റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് ഈ ഒരു സ്വയം തന്നെ മറ്റൊരാളുടെ സഹായം കൂടാതെ റിലാക്സ്ഡ് എന്നുള്ള ആ ഒരു ഫീലിങ്ങിൽ നമ്മൾ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായി ഉറങ്ങാൻ കഴിയും. സുഖമായി ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിന്റെ ടെൻഷൻ എല്ലാം ഒഴിവാകുന്നു, സ്ട്രെസ് എല്ലാം മാറുന്നു, പീസ്ഫുൾ ആവുന്നു. പീസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ശരീരത്തിന്റെ സുഖം, മനസ്സിന്റെ സന്തോഷം, ആത്മനിഷ്ഠയുടെ ആനന്ദം. അതാണ് ഈ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ട് ഈ ഓരോ ആസനങ്ങൾ നമ്മൾക്ക് വളരെ ഇതിന് അത്ര ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമുണ്ടോന്ന് തോന്നിപ്പോൾ വളരെ നിസ്സാരങ്ങളായിട്ടുള്ള പല ആസനങ്ങൾ. ഇപ്പൊ വജ്രാസനം സിമ്പിളി ഇരിക്കുക എന്നുള്ള അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മുട്ടുമടക്കി തറയിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രാണശക്തി അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയൊക്കെ അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിൽ പോലും അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകേണ്ടവർക്കൊക്കെ അത്തരം ഇതൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന പോസുകളാണ്, പൊസിഷൻസ് ആണ്, എക്സസൈസുകളാണ്. അത് ശരീരത്തിന് തന്നെ വളരെ ഉന്മേഷദായകവും ജോയിൻസിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റിയും കിട്ടുന്ന ഇതാണ്. ഈ നമാസ് എന്ന് മറ്റേ പറയുന്ന മുസ്ലിങ്ങളുടെ ഇരുന്നുള്ള അതെല്ലാം യഥാർത്ഥത്തിൽ വജ്രാസനത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ഒരു അല്പം പ്രയാസമുള്ള രീതിയിലുള്ള ആസനങ്ങളും കൂടെ കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. Ardha Chakrasana. Starting from alert posture, stand with feet 2 inches apart. Support the back at the sides of the waist with the fingers. Try to keep the elbows parallel to each other. Drop the head backwards, stretching the front side of the neck. As you exhale, bend backwards from the lumbar region. Maintain the final position for 3 to 10 breaths. Inhale and slowly come up. Return to the starting position and relax. Chakrasana. പ്രാണായാമത്തിന്റെ ഒരു ഇതും കൂടെ നാഡീശോധന കാണിക്കുന്നതിന്. ഓക്കെ. Nadi Shodhan Pranayam. Sit in any comfortable position. Close the eyes and relax the whole body. Keep the left palm in Jnana Mudra and right hand in Pranayam Mudra like this. Close the right nostril with the thumb. Now inhale through left nostril. Close the left nostril. Exhale slowly through the right nostril. Now inhale through the right nostril and exhale through the left nostril. This is 1 round. Repeat it for 4 rounds. Trikonasana. Spread out the feet 3 feet apart. Inhale. Raise both the arms from the side up to the shoulder level and palms facing outwards. Turn the right foot towards right side. Exhale. Bend to the right side and place the right hand just behind the right foot.
Turn your head and gaze at the tip of the left middle finger. Maintain the final position for 3 to 10 breaths. Inhale, thumb up, and bring the right foot back. Repeat on the other side. Shitali Pranayam. Sitting in any comfortable position, place the hand on the knees in Jnana Mudra. Close your eyes. Now, roll up the tongue and shape it as a tube. Inhale maximum through the tongue. Take the tongue inside the mouth and close the mouth. Then slowly exhale through the nostrils, remaining aware of the area used for smelling. This is one round of Shitali Pranayam. Repeat one more round. ഡോക്ടറെ, നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള മിക്കവാറും എല്ലാം ഇനി കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല. പിന്നെ ഇതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള സാധനമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. അതായത് പല യോഗാസന മുറകളെയും ഒന്നിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൂര്യ നമസ്കാരം, സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും ഇത്രയും ഇതാണ് മെയിനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഇതായിട്ടുള്ളത്. ഈ പ്രയോജനം എന്താണ് കൂടുതലായിട്ട് പറയാൻ കഴിയാതിരുന്ന ഒരു ശീതളി പ്രാണായാമത്തിൻ്റെത് മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് നമ്മുടെ സ്വയം ചെയ്യുന്നതും മറ്റുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നതും ആണ്. ഒരു എന്താണ് സാമാന്യം ആയാസരഹിതമായി ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആസനങ്ങളൊക്കെ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് ഇതിനകത്ത് കാണിച്ചത്. എൻ്റെ റോളൊന്നും ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലുള്ള നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിക്കോണം. അപ്പൊ നമുക്ക് ഇന്നത്തെ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് സമയമുണ്ട്. നമ്മൾ യോഗാസനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ലളിതമായ കാര്യം ഏറ്റവും അങ്ങേയറ്റത്തെ കാര്യം വരെ സാധ്യമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഭഗവത്ഗീതയിൽ പറയുന്ന ശ്ലോകമുണ്ട്, പ്രയാണകാലേ മനസാജലേന ഭക്തിയായുക്തോ യോഗ ബലേന ചൈവ ഭുവോ മധ്യേ പ്രാണം ആവേശ സദംബരം പുരുഷം ഉപേതി ദിവ്യം. എല്ലാ ഊർജത്തെയും ഭൂമധ്യത്തിൽ കൊണ്ടുവന്നിട്ട് അതുവഴി പ്രാണനെ തിരിക്കുക, അനായാസന മരണം വരിക്കുന്നവരെയുള്ള ഏറ്റവും ലളിതമായ കാര്യം ഏറ്റവും വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനൊത്ത് ഏതാണ് യഥേച്ഛസി തഥാ ഗുരു എന്നുള്ളതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. ജിതി മേഡത്തെ ക്ഷണിക്കുന്നു. ജിതി മേഡം അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? കേൾക്കാം. സാറേ, ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഒന്ന് ആഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മള് തെറാപ്പറ്റിക് രീതിയിൽ ചെയ്യുമ്പം ബാക്കിയുള്ള ഡോക്ടേഴ്സ് നമ്മളിത് ചെയ്യുമ്പോൾ ഏതൊക്കെ പേഷ്യൻസിന് ഇന്നത് ചെയ്യാൻ പാടില്ല അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ സാറ് പറഞ്ഞപ്പോൾ ശലഭാസനം ചെയ്തത് അത് PCOD പേഷ്യൻസിന് വളരെ നല്ലതാണ്. അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ശലഭാസനം, ചക്കിച്ചലാന ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നാഡീശോധന പ്രാണായാമം എല്ലാ പേഷ്യൻസും ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൈൻഡ് റിലാക്സ്ഡ് ആവാനും സ്ട്രെസ് ഫ്രീ ആവാനും. അതപ്പം നമ്മുടെ മരുന്നിനോടൊപ്പം തന്നെ ഇത് ചെയ്യുമ്പോൾ വളരെ പ്രയോജനം ചെയ്യും. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ബിന്ദ്ര ഡോക്ടറുടെ ക്ലിനിക്കിൽ ഇങ്ങനെ ഓരോ PCOD പേഷ്യൻസ്, തൈറോയിഡ് പേഷ്യൻസ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരെ, ഹൈ BP, ഡയബറ്റിക് ഇങ്ങനെ തെറാപ്പറ്റിക് രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതാണ്. അതപ്പൊ ഓരോ ആസനാസും എല്ലാ ഡോക്ടേഴ്സും എല്ലാവർക്കും ചെയ്യാൻ പാടില്ല, എല്ലാ ആസനാസും. അപ്പം അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഹൈ BP ഉള്ളവര് പിന്നെ ഇത് ചെയ്യാൻ പാടില്ല, കപാലഭാതി ചെയ്യാൻ പാടില്ല. അങ്ങനെ അതുകൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും.
ഡോക്ടറെ ഇത്രയും പുതിയ ഇൻഫർമേഷൻ കൂടെ എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. ആ ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത് ജിതിൻ മാഡം നമ്മുടെ IFPHന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. വളരെയധികം ശരിക്കും ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു അംബാസഡർ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് മാഡത്തിന് കൂടുതൽ നമ്മളെ സഹായിക്കാൻ കഴിയും. ഇനി ആർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ല ഇതുപോലെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ബിന്ദുല ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നുള്ളൂ. ബിന്ദുല ഡോക്ടറെ ഇല്ല, ലീവ് ചെയ്യാൻ തോന്നുന്നു. മിക്കവാറും ശവാസനം പ്രാക്ടീസ് ചെയ്ത് ഉറങ്ങി കാണും മിക്കവാറും പലരും. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ദയവ് ഹാൻഡ് റൈസ് ചെയ്യുക. അല്ല, അത് ബീറ്റ മോഡിലും ഡെൽറ്റ മോഡിലും ഒക്കെ എത്തും നമ്മൾ ശവാസനം ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള നല്ല ഇതിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. ഇതിലൂടെ എനിക്ക് ആ ശവാസനത്തിന്റെ പൊസിഷൻ കണ്ട് നമ്മുടെ സ്വറയണത്തിന്റെ പോലുണ്ട്, ആസ്മ കണ്ടീഷൻ കിടക്കും പോലെ ഉണ്ട് അല്ലേ? ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് അപ്പാർട്ട്. അതെ 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 അതെ. സാറേ, ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതേപോലെ സാറ് പറഞ്ഞില്ലേ, ശവാസനത്തിൽ കിടന്നതിന് ശേഷം നമ്മൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ പറയും. അതായത് ലോങ് ഡീപ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കാൽപാദങ്ങൾ ശ്രദ്ധിക്കുന്നു. കാൽമുട്ട്, തുട, ഇടുപ്പ്, വയറ്, നെഞ്ച്, 2 കൈകളും, കഴുത്ത്, മുഖം, തലയുടെ മുകൾ വശം. ഈ ഇത്രയും ഭാഗം നമ്മൾ, അതായത് ലോങ് ഡീപ് ബ്രീത്ത് ഇൻ എടുക്കുക, ശരീരം മുഴുവൻ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക, ശരീരം അങ്ങനെ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരം പൂർണ്ണമായി റിലാക്സ്ഡ് ആവുന്നു. അത് സാറ് പറഞ്ഞതിനകത്ത് ഞാനൊന്ന് ആഡ് ചെയ്ത അത് യോഗ നിദ്ര എന്ന് പറയും. ഇത് എല്ലാ ഉറക്കമില്ലാത്തവർക്കും, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളവര്, ഇവർക്കെല്ലാം ചെറിയൊരു ഫ്ലൂട്ട് മ്യൂസിക്, എന്തെങ്കിലും ഒരു ലൈറ്റ് മ്യൂസിക് വെച്ചിട്ട് ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയ ഒരു കാര്യമാണ് യോഗ നിദ്ര എന്നുള്ളത്. ശ്രീ പത്മനാഭ സ്വാമിത്തിൽ പത്മനാഭന്റെ അവസ്ഥയിൽ യോഗ നിദ്ര എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഇനി ഉണ്ടല്ലോ മറിയാമ്മ ഡോക്ടറെ. മറിയാമ്മ ഡോക്ടർ എല്ലാ തവണ സംശയങ്ങൾ ഉള്ള ആളാണ്. മറിയാമ്മ ഡോക്ടറെ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് രഘുരാം ഡോക്ടർ കാണുകയും ചെയ്യാമല്ലോ. നമസ്കാരം ഡോക്ടറെ. ഞാൻ കണ്ടങ്ങനെ ഞെട്ടിയിരിക്കുകയായിരുന്നു. ഇതിലൊരു വിരലെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇരുപ്പ്. നമ്മുടെ ശരീരം ഒട്ടും തന്നെ വഴങ്ങാത്തൊരവസ്ഥയായി പോയിരിക്കുകയാണ്. കണ്ടിട്ട് ഇത് എങ്ങനെ സാധിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. എല്ലാം ഒന്നും സാധിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ അതെ, അതിലൂടെ അങ്ങ് തുടങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പോകാൻ കഴിയും ഡോക്ടറെ. അതായത് ഞാൻ പഠിപ്പിച്ചതല്ല, എൻ്റെ അടുത്ത് വന്ന 2 പേഷ്യൻസ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചില പ്രാണായാമവും ഈ ആസനങ്ങളൊക്കെ നല്ലതാന്ന് പറഞ്ഞപ്പോൾ അവരത് മുഴുവൻ എന്നെ ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തെന്നവർ പറഞ്ഞു. ഈ അടുത്ത സമയത്തുണ്ടായതാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന് ശേഷം വന്ന 2 പേഷ്യൻസ്. അവര് എൻ്റെ അടുത്തൊന്നല്ല, അവര് സ്വന്തമായിട്ട് നേരത്തെ പഠിച്ചിട്ടുള്ള ഇതാണ്. അവര് അത് ചെയ്തതിന് ശേഷം വളരെ വർഷങ്ങളായിട്ട് ഡയബറ്റീസിന്റെ, ഹൈപ്പർ ടെൻഷന്റെ ഒക്കെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർക്കത് നിർത്താൻ സാധിച്ചു. അത് വളരെ അതിശയമായിപ്പോയി. അങ്ങനെ ഇത് മൂലം പ്രയോജനം കിട്ടുന്ന ആൾക്കാരുണ്ട്. ഞാന് കരകുളത്തായിരുന്നപ്പോഴ് നമ്മളവിടെ 5 പഞ്ചായത്തിലും വയോജനങ്ങൾക്ക് ഈ യോഗ ക്ലാസ്സുകൾ നടത്തിയിരുന്നു, പ്രോജക്റ്റ് ആയിട്ട് നടത്തിയിരുന്നു. അതില് നമുക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്, നല്ല പ്രായമുള്ള ഒരാൾക്കൊച്ച് സൂര്യ നമസ്കാരം എടുക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. നമുക്ക് അതിശയം തോന്നുമായിരുന്നു. അത്രയ്ക്ക് ആക്റ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ശ്രമിച്ചാൽ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ ഏത് പ്രായത്തിലാണെങ്കിലും അതൊക്കെ കഴിയുമെന്നുള്ളതാണ്. മറിയാമ്മൻ ഡോക്ടർ പതുക്കെ ചെയ്ത് തുടങ്ങിയാൽ മതി. എന്നിട്ട് ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സൂര്യ നമസ്കാരം ഉണ്ട്. അതൊക്കെ ചെയ്ത് പിന്നെ ഡോക്ടർക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. അതും കൂടെ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചു തരണം. ഇല്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന ആപത്താണ്. തരാം.
ഒരു ദിവസം അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ചേർന്നിരുന്നു അതുകൊണ്ടാണ് ചെയറിലിരുന്ന് ചെയ്യാവുന്ന എക്സസൈസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചത് തന്നെ അതുകൊണ്ടാണ്. ഈ അലസരായിട്ടുള്ളവർക്ക് വേണ്ടിയും ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ്. അലസരത്തോടെ ചെയ്യാൻ കഴിയാത്തവർക്ക്. അതാണല്ലോ പറഞ്ഞത്, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. നമ്മൾ അഭ്യസിക്കുക എന്നുള്ളത് അത് വേണം. നിരന്തര അഭ്യാസത്തിലൂടെ സാധ്യമാകും. ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ സംശയം, ഈ തേയ്മാനം ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? എക്സസൈസുകളൊക്കെ ചെയ്യുന്ന ദോഷമാകുകയല്ലേ? ഏതില ഡോക്ടറെ? നമ്മൾ കൂടുതൽ കുനിഞ്ഞുനിവർന്നും ഒക്കെ ഉള്ള ചില എക്സസൈസ് പറഞ്ഞല്ലോ. അതിലെ എക്സസൈസുകള് നമ്മൾ സാധാരണ എക്സസൈസ് പോലെ അല്ല യോഗയുടെ എക്സസൈസുകൾ. വളരെ സ്ലോ ആയിട്ട് ബ്രീത്തിങ് കൂടെ അതിനോടൊപ്പം നമ്മുടെ ശ്രദ്ധ ബ്രീത്തിങ്ങിലൂടെ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യം ഇതിന് മുമ്പിലത്തെ ആ സൂക്ഷ്മ വ്യായാമങ്ങളുടെ ഇതിൽ പറഞ്ഞിരുന്നത് നമ്മളുടെ ഒരു ഷോൾഡർ മൂവ്മെന്റ് വരുമ്പോൾ തന്നെ അത് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോഴാണ് നേരെ വരുന്നത്. ഫ്ലെക്സ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുകയും എക്സ്റ്റൻഷൻ വരുമ്പോൾ ബ്രീത്ത് ഇൻ വരികയും ചെയ്യാം. അത് വളരെ സാവകാശം കൊണ്ട് മാത്രമാണ് അത് ചെയ്യേണ്ടത്. ഈവൻ ഈ എക്സസൈസുകൾ ഒന്നും നമ്മൾ വീഡിയോയിൽ കണ്ടുപോലും ചെയ്യാതെ ഒരു അറിയാവുന്ന ഒരു ടീച്ചറുടെ ഇൻസ്ട്രക്ഷനിൽ മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ചെയ്യാൻ കഴിയും. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. നന്ദി. അനിതാസോമൻ ഡോക്ടർ ഉണ്ടോ? അനിതാസോമൻ ഡോക്ടർ. ഡോക്ടറെ, ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇപ്പൊ 1 മാസമേ ആയുള്ളു. പക്ഷെ ഭയങ്കര എഫക്റ്റീവാ. ഭയങ്കര എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ്. കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആ ബ്രീത്തിങ്ങിന്റെ കൂടെ കോർഡിനേഷൻ മൂവ്മെന്റ് അത് ഭയങ്കരമായിട്ട് കിട്ടും. നമ്മളെ ബ്രീത്തിങ് ഇൻ ചെയ്യുമ്പോൾ ആ എക്സസൈസ് കൂടെ ചെയ്യുന്നത് നമ്മുടെ കോർഡിനേഷൻ നല്ലപോലെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ഇവിടുത്തെ നാച്ചുറോപ്പതിയിലെ ഡോക്ടറായിരുന്ന സൂപ്രണ്ടായിരുന്ന ഒരു 10-20 വർഷത്തോളം സൂപ്രണ്ടായിരുന്ന അദ്ദേഹമാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. നല്ല ഇതാണ്. പക്ഷെ ഞാൻ ആദ്യം ദിവസം പോയി ഒരു 2-3 ദിവസം എനിക്ക് ഈ ചരിഞ്ഞു കിടന്നുള്ള ഒരു ഇതുണ്ട്. അനന്ത ശയനത്തിൽ വന്നിട്ട് എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് എനിക്ക് മസിൽ കയറി പിടിച്ചു. ലിവറിന്റെ ഭാഗത്തെ മസിൽ പിടിച്ചിട്ട് ഒരാഴ്ച ഞാൻ കിടന്നുപോയി, അനങ്ങാൻ വയ്യാതെ. പിന്നെ മെഡിസിൻ കഴിച്ച് പിന്നെ ചന്ദ്രമതി ഡോക്ടർ പറഞ്ഞ് ഒത്തിരി ഇത് തവിടും എന്താണ് മറ്റേ മുരിങ്ങയിലയും ഉപ്പും കൂടെ ഇട്ടിട്ട് കിഴി കെട്ടി ആവി കയറ്റിയിട്ട് അത് വെച്ച് പിടിക്കാൻ പറഞ്ഞു. അതും പിടിച്ചു കഴിഞ്ഞപ്പോ കുറഞ്ഞു. ഒരു യോഗിയുടെ വെളിപ്പെടുത്തൽ. അത് സാറേ, ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മള് അത് അങ്ങനെ കിടന്നോണ്ട് നമ്മൾ ഇരുന്നോണ്ട് അതായത് നമ്മളെ ശരീരം അത്രയും ഫ്ലെക്സിബിൾ ആവാത്തോണ്ടാണ് ഒരു ക്യാച്ച് വരുന്നത്. അപ്പം നമ്മൾ ശ്വാസത്തിനൊപ്പം വളരെ പതിയെ ചെയ്യാൻ പാടുള്ളൂ. സ്പീഡിൽ ചെയ്യരുത് ഇതൊന്നും. ആദ്യം വളരെ പതിയെ ചെയ്ത് കഴിയുമ്പോഴ് നമ്മൾ ഓരോ പ്രാവശ്യം ശ്വാസത്തിനൊപ്പം ചെയ്യണം. നമ്മുടെ എപ്പോഴും കാല് പൊക്കുക, അങ്ങനെ വരുമ്പോഴ് ശ്വാസം എടുക്കുക. അപ്പൊ താഴേക്ക് വരുന്ന ഭാഗത്തെല്ലാം ശ്വാസം വിടുക. അപ്പൊ ശ്വാസത്തിന്റെ ഒപ്പം പതിയെ ചെയ്ത് കഴിഞ്ഞാല് അതിൽ ക്യാച്ച് വരൂല. പിന്നെ നമ്മൾ ഇരുന്നോണ്ട് കുനിഞ്ഞ് ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം കൈ മുകളിലോട്ട് ഉയർത്തി പിടിച്ച 2 കൈയും കോർത്ത് മുകളിലോട്ട് ഉയർത്തി പിടിച്ചു കഴിഞ്ഞാല് ആ ക്യാച്ച് വേഗം പോവും. അത് ശരി. ഓക്കെ, അത് നല്ലൊരു അറിവാണ്. ഈ ഡോക്ടർ പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്ത് ചെയ്യാൻ. ഞാൻ ഭയങ്കര സ്പീഡാണ്, സ്പീഡിൽ ചെയ്യരുത്. അതായത് അപ്പൊ പുള്ളിക്കാരൻ തന്നെ പറയും റിലാക്സ് ചെയ്ത് സ്ലോയില് ചെയ്യാൻ പറയും.
അതന്നെ. ഒരിക്കലും നമ്മൾ സ്പീഡിൽ ചെയ്യാൻ പാടില്ല. അതേപോലെ നെക്ക് റൊട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വളരെ പതിയെ ചെയ്യാവൂ. ഇല്ലെങ്കിൽ സ്പോണ്ടിലോസിസിന്റെ പ്രോബ്ലം ഉള്ളവർക്ക്, സെർവിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് പ്രശ്നം. ഉണ്ടാവും. എനിക്ക് തോന്നി. കാരണം നെക്ക് റൊട്ടേഷൻ ഒന്നും എനിക്ക് പ്രശ്നമായി. ഇതാണ് എനിക്ക് പിടിച്ചത്. ലിവറിന്റെ ഭാഗത്ത് റൈറ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻ കയറി പിടിച്ചളഞ്ഞ് മസില്. അവിടുത്തെ റെക്ടസ് മസിൽ കയറി പിടിച്ചിട്ട് പിന്നെ അനങ്ങാൻ വയ്യാതായി പോയി. ഭയങ്കര ചെയ്തോണ്ടാ മാം, പതുക്കെ ചെയ്താൽ ചെയ്തോണ്ടാ പറഞ്ഞ് മസിൽ സ്റ്റിഫായിട്ടിരുന്ന് ഞാൻ ചെയ്തതാണ്. ഇൻ കേസ് അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ കിടന്നുകൊണ്ട് തന്നെ കാൽപാദം ടൈറ്റ് ചെയ്ത് പുറകോട്ടും മുന്നോട്ടും കാൽപാദം ടൈറ്റ് ചെയ്ത് നോക്കണം. പ്രസ് ചെയ്ത് എന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ ചെയ്താലും പെട്ടെന്ന് ആ ക്യാച്ച് പോവാൻ സാധ്യതയുണ്ട്. താങ്ക് യു. എന്തായാലും രണ്ടുപേരുടെ സംഭാഷണം ഒരു അപരോക്ഷാനുഭൂതിയായിരുന്നു, പരോക്ഷത്തിലുള്ള അല്ലേ? എന്തുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാത്തത് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ശ്രീരാം ഡോക്ടർ ഒന്ന് മുഖം കാണിക്കണ്ടേ? നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ? ഞാൻ കാണിക്കാം. അതാണ്. എത്ര കാലം ഒരുമിച്ച് ജോലി ചെയ്ത സന്തോഷമല്ലേ? വളരെ സന്തോഷം. അതെ, IFPH അങ്ങനെ വളരെ സന്തോഷം. ഞാനായത് കാരണം യോഗ എന്ന് പറഞ്ഞാൽ ജഗന്നാഥ് ഡോക്ടർ യോഗയുടെ ക്ലാസ് എടുക്കുന്നത് ഞാനിന്ന് കേൾക്കാന്ന് വിചാരിച്ചാണ് ഞാൻ കേട്ടത്. ഫസ്റ്റ് ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ കേൾക്കാന്ന് വിചാരിച്ചത്. മാത്രമല്ല IFPH കണക്ട് ചെയ്യണം, കണക്ടിങ് ടുഗദർ. അതെ തീർച്ചയായിട്ടും. IFPH വന്നതുകൊണ്ട് ഒരുപാട് നോളജ് ഉണ്ടാക്കാൻ സാധിച്ചു കേട്ടോ. അത് ഞാൻ എപ്പോഴും നിങ്ങളെ നന്ദി പറയുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട്, കാരണം ഓരോരുത്തരുടെയും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ കൺസെപ്റ്റും എന്ന് പറഞ്ഞാൽ റൂബ്രിക് ആയാലും ഏത് രീതിയിലായാലും അത് നമുക്ക് കുറേ നമ്മുടെ പുതിയ അറിവുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. എന്തായാലും നല്ലൊരു കമന്റ് ആണ്. അപ്പൊ അതോടെ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും മനോജ് ഡോക്ടറെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഇത്രയും ഡോക്ടേഴ്സ് ഇരിക്കുന്നോണ്ട് പറയാണ്. രീതിയിലേക്ക് വരാം. അതായത് നമ്മൾ ആദ്യം നന്ദിയോടെ സലാഹുദ്ദീൻ സാറിനോട് ഈ പരിപാടിക്ക് ഔപചാരിക നന്ദി പറയുന്ന ഉൾപ്പെടെ ജിതി മേഡം ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്യൂ. ഞാൻ പറയാൻ വന്നത്, ഇപ്പം മാം ഒരു കാര്യം പറഞ്ഞല്ലോ, ഇതിന്റെ IFPH കൊണ്ടുള്ള പ്രയോജനങ്ങള്. അപ്പൊ ഇതിലിരിക്കുന്ന ഓരോ ഡോക്ടേഴ്സിനും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തൊരു ചെറിയ വീഡിയോ പറ്റുവാണെങ്കിൽ ഒന്ന് നമ്മൾ തന്നെ ഫോൺ എടുത്തിട്ട് IFPH കൊണ്ടുള്ള ഗുണങ്ങള്, ഇതിന്റെ ഈ ക്ലാസ് കേൾക്കുന്നോണ്ട് ഇത് അറ്റൻഡ് ചെയ്യുന്നോണ്ടുള്ള ഗുണങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ അയച്ചു തന്നാൽ വളരെ നല്ലതായിരിക്കും. അതായത് നമ്മൾ ഈ വെബ്സൈറ്റ് ഇടുമ്പോഴേ അതിനകത്തൊക്കെ ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറ്. അതായത് ആ വീഡിയോയിലൂടെ, അതായത് എല്ലാവർക്കും വളരെ മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് സാറ് ക്ലാസ് ചെയ്തു. നല്ലൊരു ഐഡിയ ആണ്. ഇപ്പം IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിലിരിക്കുന്ന ഓരോ ഡോക്ടേഴ്സിനും അത്രയും കൂടെ ഒരു വിഷൻ ഉണ്ടായി. അപ്പം നമുക്കും യോഗയിലൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, വരുന്ന പേഷ്യൻസിനെ എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൊടുത്തിട്ട് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ മാം പറഞ്ഞ പോലെ എവിടെങ്കിലും ക്യാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളെ ഇത് പറയും. അതാ, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മളൊന്ന് പഠിച്ച്, ഇല്ലെങ്കിൽ അതുപോലെ അറിയാവുന്നവരടുത്ത് വിടുക. എന്നിട്ട് മാത്രം യോഗ ഇല്ലെങ്കിൽ യോഗ എടുക്കുന്ന ടീച്ചർമാരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ പോയി പഠിക്കാൻ പറഞ്ഞാലും മതി. വളരെ നല്ല ഐഡിയ. എന്തെങ്കിലും സംശയമുണ്ട് ജിതി മാഡത്തെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇതോടുകൂടി പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശവാസനത്തിലുള്ള ശുഭനിദ്ര നേരുന്നു. നമസ്കാരം.